ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്, നിങ്ങളെ ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതും ഒരു പൈൽ റീഡിംഗ് തന്നെയാണ്. 2 കാർഡ്സ് എടുക്കാം, 2 ഗ്രൂപ്പ് അങ്ങനെയാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പുകാരെ എന്താണ് ഇപ്പോൾ തടയുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് ഇപ്പോഴത്തെ തടസ്സം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള തടസ്സം ഇതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാർ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ബ്ലോക്ക് ആയിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് രണ്ടാമത്തെ കാർഡ്. അപ്പോൾ ആദ്യത്തെ കാർഡും രണ്ടാമത്തെ കാർഡും എടുത്തു കഴിഞ്ഞു. നമുക്ക് നോക്കാം. ദീർഘശ്വാസം വലിച്ച് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ ലൈഫിൽ ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന്. മിക്സഡ് സിഗ്നൽസ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്കും പിടി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾക്കും പിടി നൽകുന്നില്ല. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കും, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കും ഒരു പക്ഷെ മനസ്സിലാകുന്നില്ല. അതാണ് നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പുകാരെ നോക്കാം. അവരുടെ ലൈഫിൽ അവരെ എന്താണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നോ ഗുഡ് വൺസ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അനുഭവങ്ങൾ ധാരാളം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഈ ഭൂമിയിൽ നല്ലവരായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ എന്നൊരു ചിന്തയാണ് നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത്. അത് കാരണം നല്ലവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ജഡ്ജ്മെന്റൽ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ, മോശമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരും ഇനിയും നിങ്ങളോട് പെരുമാറുക എന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. അത് കാരണം ശരിയായ വ്യക്തികളെ, നല്ല വ്യക്തികളെ തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ്, എല്ലാവരും ഇതേപോലൊക്കെ തന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി, നിങ്ങളെ മുതലാക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും എന്ന് നിങ്ങൾ ഓൾറെഡി അങ്ങോട്ട് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റ് ഉള്ളവരിൽ വിശ്വസിക്കാൻ സാധിക്കാത്തത്, അതുവഴി പുതിയ അവസരങ്ങളൊന്നും വരാത്തത്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലോക്കായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഡിയേഴ്സ്.